ഇന്ന് ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. എൻ്റെ സൗണ്ട് ക്ലിയർ ആയിട്ടില്ല. ഇന്ന് നൂറ് ലീവാണ്. അപ്പോൾ വൈകുന്നേരം ചായക്ക് പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതിനിടയ്ക്ക് നെയ്ഹു വന്നിട്ട് പഴം എടുത്ത് കഴിക്കുന്നുണ്ട്. പിന്നെ ഇതാ നമ്മുടെ ഈ ഇരട്ടപ്പഴമില്ലേ, എൻ്റെയൊക്കെ ആ ഒരു സമയത്ത് എൻ്റെ ഉമ്മ പറയും ഈ പഴം കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇരട്ടക്കുട്ടികൾ ഉണ്ടാവും എന്നൊക്കെ കേട്ടോ. അങ്ങനെ ഞാൻ നൂറാനോട് പറഞ്ഞ് കഴിക്കണ്ട, ഇരട്ടക്കുട്ടികൾ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ഉമ്മ ഏത് കാലത്താണ് ജീവിക്കുന്നത്, ഇപ്പോഴങ്ങനെയെല്ലാം ഉണ്ടാന്ന് പറഞ്ഞിട്ട് അവൾ കഴിക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞു നിനക്ക് ഇരട്ടക്കുട്ടികൾ ഉണ്ടായാലും എനിക്കാന്ന് പണിയെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കലായിരുന്നു. അപ്പോൾ അവൾ പക്ഷെ അതൊക്കെ ഒരു അന്ധവിശ്വാസമായിരിക്കാം, എന്നാലും എനിക്കൊക്കെ കഴിക്കാൻ ഭയങ്കര പേടിയാണ്. ഇപ്പോഴും ഞാൻ അങ്ങനെ കിട്ടിയാൽ കഴിക്കൂല. അങ്ങനെ പിന്നെ ഇതാ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ വേഗം ചായ വെക്കാൻ വേണ്ടി പോയിട്ടാണ്. നൂറിൻ്റെ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങലാണ്. അങ്ങനെ പിന്നെ ഇതാ ഞാൻ ചായയൊക്കെ വെച്ച് ചായയൊക്കെ കൊടുത്ത് അങ്ങനെ അങ്ങനെ ഇതാ ചായയൊക്കെ കൊടുത്തിട്ട് ഈ പഴംപൊരി എന്ന് പറഞ്ഞ സാധനം എനിക്ക് തീരെ ഇഷ്ടമല്ല. അങ്ങനെ പിന്നെ ഇതാ മക്കളൊക്കെ എടുത്തിട്ട് കൊണ്ടുപോയിട്ട് അവർ ചായ വേണ്ടാന്ന് പറഞ്ഞിട്ട് പഴംപൊരി എടുത്തിട്ട് കൊണ്ടുപോയിട്ട് കഴിക്കലാന്ന്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ നെയ്ഹു പേരൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ഞാനത് കട്ട് ചെയ്ത് കൊടുക്കുന്നതിനിടയ്ക്ക് ഞാനും ഒരു കഷ്ണം എടുത്ത് കഴിച്ചിട്ടാണ്. പിന്നെ പറഞ്ഞ് അവൾക്ക് പ്ലേറ്റിലിട്ട് കൊടുക്കണം, ഹോംവർക്ക് ചെയ്യുമ്പോൾ അവിടെ ഇരുന്ന് കഴിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതും കൊണ്ട് പോയതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇതാ മഗ്‌രിബ് ബാങ്ക് കൊടുത്ത് നെജുവിൻ്റെ നിസ്കാരമൊക്കെ കഴിയുന്നുണ്ട്. പിന്നെ ഞാൻ പോയപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ ഇത്. എഴുതിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മൂപ്പര് കിടന്ന് നല്ല ഉറക്കമായിരുന്നു. പിന്നെ ഞാൻ കൊണ്ട് കിടത്തി കേട്ടോ. ഇന്നത്തെ രാത്രിക്കത്തെ കാര്യം കഷ്ടമായിരിക്കും. ഇനി അവളൊരു 12 മണി വരെ ഇനി അവൾക്ക് ഉറക്കമുണ്ടാവില്ല. അവൾക്ക് ഉറക്കമില്ലാത്തതല്ല കഷ്ടം, എന്നെയും കൂടി ഉറങ്ങാൻ വിടൂലേ. അങ്ങനെ പിന്നെ ഇതാ ഞാൻ രാത്രി ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആ വീട്ടുകൂടലിൻ്റെ ഫംഗ്ഷന് മറ്റേ റൂബീൻ്റെ ഈത്തപ്പഴച്ചാറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പം കടയിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഈ ഈത്തപ്പഴ അച്ചാർ എടുക്കൽ ഭയങ്കര കുറവായിരുന്നു. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ അന്ന് കഴിച്ചപ്പോൾ അതിനെന്തോ വല്ലാത്തൊരു ടേസ്റ്റ് തോന്നി. അങ്ങനെ ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്നു കേട്ടോ. അപ്പം ഞാൻ അപ്പം തന്നെ അത് പൊട്ടിച്ച് കഴിക്കലായിരുന്നു. നൂറെല്ലായിട്ടും വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അങ്ങനെ പിന്നെ ഇതാ അതൊക്കെ കഴിച്ച് ചപ്പാത്തിയൊക്കെ ചുട്ട് പിന്നെ കിച്ചണൊന്ന് ക്ലീനാക്കി ഇട്ടിട്ടാ. ഞാൻ എന്താ പറയുക, ഈ നമ്മളെന്ത് രാത്രി ഫുഡ് കിച്ചണിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ വേഗം പാത്രമൊക്കെ കഴുകി കിച്ചണങ്ങ് ക്ലീൻ ചെയ്തിട്ടിടും. അങ്ങനെ പിന്നെ ഇതാ ചപ്പാത്തിയും ഉച്ചയ്ക്ക് മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നേ, അതും കൂടിയായിരുന്നു. പിന്നെ നൂറ വന്നിട്ട് ഇതാ മദ്രസയിലെ എക്സാമിൻ്റെ പേപ്പർ കിട്ടിയിട്ടുണ്ട്. മാഷാ അല്ലാഹ് നല്ല മാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഈ കുടിയലിൻ്റെ തിരക്കായിട്ടും ഞാൻ അവരെ വിട്ടിട്ടുണ്ടായിട്ടില്ല, എങ്ങനെയൊക്കെയോ എവിടെയൊക്കെയോ ഇരുത്തി പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇതാ നൂറ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വന്നപ്പാടെ തന്നെ പിന്നെ പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.